സങ്കീർത്തനം 118:24. കർത്താവ് ഒരുക്കിയ ദിവസമാണെന്ന് നമുക്ക് സന്തോഷിച്ച് ഉല്ലസിക്കാം. കർത്താവ് എന്താ പറയുന്നത്? സന്തോഷിക്കാനാ പറയുന്നത്. ഫിലിപ്പി 4:4 നിങ്ങൾ എപ്പോഴും കർത്താവിൽ സന്തോഷിക്കുവിൻ, എപ്പോഴും കർത്താവിൽ സന്തോഷിക്കുവിൻ എന്നാണ് വചനം പറയുന്നത്. നിങ്ങൾ എപ്പോഴും കർത്താവിൽ സന്തോഷിക്കുവിൻ. സന്തോഷിക്കണം, നമുക്ക് കർത്താവിൽ സന്തോഷിക്കാനായിട്ട് പറ്റണം. ഈ ലോകത്തിൻ്റെ മോഹങ്ങളിലും ഈ ലോകത്തിൻ്റെ സുഖങ്ങളിലും ഈ ലോകത്തിൻ്റെ നേട്ടങ്ങളിലും സന്തോഷിക്കുക എന്നുള്ളതല്ല, അതിൻ്റെ അപ്പുറം കർത്താവിൽ സന്തോഷിക്കുക. രോഗങ്ങളിലും ദുഃഖങ്ങളിലും സഹനങ്ങളിലും സമൃദ്ധിയിലും കഷ്ടപ്പാടിലും എല്ലാം കർത്താവിനോട് ചേർന്ന് നിന്ന് സന്തോഷിക്കാനായിട്ട് നമുക്ക് കഴിയണം. ഹല്ലേലൂയാം, ഹല്ലേലൂയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് കരമടിച്ചു കർത്താവിനെ സ്തുതിക്കാമോ? നന്നായിട്ട്, നന്നായിട്ട്. അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഈ മണിക്കൂറിൽ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മളെല്ലാവരും മനുഷ്യരാണ്, ബലഹീനരാണ്, പാപങ്ങളിലൊക്കെ വീണു പോയിട്ടുണ്ട്. ഒരു കാര്യം തിരിച്ചറിയുക, നമ്മൾ എത്ര വലിയ പാപത്തിൽ വീണ വ്യക്തികളാണെങ്കിലും കർത്താവ് നമ്മോട് ക്ഷമിക്കും. എത്ര വലിയ പാപം ചെയ്ത വ്യക്തികളാണെങ്കിലും കർത്താവ് നമുക്ക് പൂർണ്ണമായിട്ട് മാപ്പ് തരും. അത്രമാത്രമായി ദൈവം നമ്മളെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു. 1 യോഹന്നാൻ 3:1 കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചിരിക്കുന്നത്. കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചത്. 1 യോഹന്നാൻ 3-ാം അധ്യായത്തിന്റെ 4 മുതലുള്ള വചനങ്ങൾ പറയുന്നു, പാപം ചെയ്യുന്നവൻ നിയമം ലംഘിക്കുന്നു. പാപം നിയമ ലംഘനമാണ്. പാപം ചെയ്യുന്നവൻ നിയമം ലംഘിക്കുന്നു. പാപം നിയമത്തിന്റെ ലംഘനമാണ്. ദൈവിക നിയമങ്ങളുടെ ലംഘനമാണ് പാപം. ഹല്ലേലൂയ. ദൈവത്തിന്റെ കൽപ്പനകൾ, ദൈവത്തിന്റെ വചനങ്ങൾ, സഭയുടെ കൽപ്പനകൾ, ഇതൊക്കെ നമ്മൾ അനുസരിക്കണം. അപ്പോൾ നിയമങ്ങൾ അനുസരിക്കാതിരിക്കുമ്പോൾ അത് ലംഘനമായിട്ട് മാറുന്നു. അതാണ് പാപം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചെറുതും വലുതുമായ പാപത്തിന്റെ മേഖലയിലൊക്കെ വീണിട്ടുണ്ടാവാം. പക്ഷെ ദൈവം നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കും. ദൈവം തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചത് മനുഷ്യനെ ശിക്ഷിക്കാൻ വേണ്ടിയല്ല. യോഹന്നാന്റെ സുവിശേഷം 3:17. ദൈവം തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചത് മനുഷ്യനെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, പ്രത്യുത അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാനാണ്. ഒരിക്കലും മനുഷ്യനെ ശിക്ഷിക്കുക എന്നൊരു പദ്ധതി ദൈവത്തിന് ഇല്ല. ദൈവത്തിന്റെ പദ്ധതി എന്ന് പറയുന്നത് അത് സ്നേഹത്തിന്റെയും കരുണയുടെയും പദ്ധതികളാണ്. ഒരിക്കലും ഒരു മനുഷ്യനെയും തകർത്തു കളയുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവം കാരുണ്യവാനാണ്. വെളിപാടിന്റെ പുസ്തകത്തില് 5-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വചനം ഇപ്രകാരമാണ് പറയുന്നത്, അവർ ഒരു നവീഗാനം ആലപിച്ചു, പുസ്തകച്ചുരുൾ സ്വീകരിക്കാനും അതിനെ മുദ്രകൾ തുറക്കാനും നീ യോഗ്യനാണ്. കാരണം നീ വധിക്കപ്പെടുകയും അത് യേശുവിനെ കുറിച്ചാണ് പറയുന്നത്. നീ വധിക്കപ്പെടുകയും നിന്റെ രക്തം കൊണ്ട് എല്ലാ ഗോത്രത്തിലും ഭാഷയിലും ജനതകളിലും രാജ്യങ്ങളിൽ നിന്നുള്ളവരെ ദൈവത്തിനു വേണ്ടി വിലയ്ക്ക് വാങ്ങിച്ചു. യേശു ക്രിസ്തു തന്റെ രക്തം നൽകിക്കൊണ്ട് മാനവരാശിയെ മുഴുവൻ എല്ലാ ഗോത്രങ്ങളിലും എല്ലാ ഭാഷകളിലും എല്ലാ ജനതകളിലും എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ളവരെ ദൈവത്തിനു വേണ്ടി വിലയ്ക്ക് വാങ്ങി. യേശു വിലയ്ക്ക് വാങ്ങിയവരാണ് നമ്മൾ ഓരോരുത്തരും. തന്റെ പരിശുദ്ധ രക്തം നൽകിക്കൊണ്ട് നമ്മളെ വിലയ്ക്ക് വാങ്ങി. മാനവരാശിയെ മുഴുവൻ യേശു തന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങി. ഇവിടെ ഹിന്ദുവെന്നോ മുസൽമാനെന്നോ സിഖുകാരനെന്നോ പാഴ്സിയെന്നോ യഹൂദനെന്നോ ജൈനനെന്നോ വ്യത്യാസമില്ല. എല്ലാവരെയും യേശു തന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങിയതാണ്.
യേശു ജീവൻ തന്നു, വിലയ്ക്ക് വാങ്ങി എന്നൊരു വലിയ സത്യം എല്ലാവരും അറിയണം. അതിനാണ് യേശു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്, നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കുക. യേശു നൽകുന്ന ഈ രക്ഷയെക്കുറിച്ച് ലോകത്തോട് പറയുക. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അവരെ സ്നാനപ്പെടുത്തുകയും ചെയ്യുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ പദ്ധതി എന്ന് പറയുന്നത് നമുക്ക് ഓരോരുത്തർക്കും അനുഗ്രഹത്തിന്റെയും ശുഭകരമായ ഭാവിയുടെയും നന്മയുടെയും പദ്ധതിയാണ്. ഒരു വ്യക്തി പാപം ചെയ്തു എന്ന് വിചാരിച്ച് ആ വ്യക്തിയുടെ കുടുംബത്തെ ദൈവം ഒരിക്കലും തകർത്ത് കളയത്തില്ല. ദൈവത്തിന് അങ്ങനെ ഒരു പദ്ധതിയില്ല. ദൈവം സ്നേഹമാണ്. 1 യോഹന്നാൻ 4:8 ദൈവം സ്നേഹമാണ്. സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിലും ദൈവം അവനിലും വസിക്കുന്നു. ഹല്ലേലൂയ. 9-ാമത്തെ വചനം 1 യോഹന്നാൻ 4:9. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, കാരണം ദൈവം സ്നേഹമാണ്. തന്റെ ഏകപുത്രൻ വഴി നാം ജീവിക്കേണ്ടതിനായി ദൈവം അവനെ ലോകത്തിലേക്ക് അയച്ചു. അങ്ങനെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഇടയിൽ വെളിപ്പെട്ടിരിക്കുന്നു. ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഇടയിൽ വെളിപ്പെട്ടിരിക്കുന്നു. അതാണ് ക്രിസ്തു. നാം ദൈവത്തെ സ്നേഹിച്ചു എന്നതിലല്ല, അവിടുന്ന് നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി സ്വപുത്രനെ അയക്കുകയും ചെയ്തു എന്നതിലാണ് സ്നേഹം. നാം ദൈവത്തെ സ്നേഹിച്ചു എന്നതിലല്ല, ദൈവം നമ്മെ സ്നേഹിച്ചു. ദൈവം തന്റെ പുത്രനായ യേശുക്രിസ്തുവിനെ നമുക്ക് നൽകി എന്നതിലാണ് ദൈവത്തിന്റെ സ്നേഹം വെളിപ്പെടുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം തന്റെ ഏകജാതനെ ഈ ഭൂമിയിലേക്ക് അയച്ചത് പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന്, സാത്താന്റെ അടിമത്തത്തിൽ നിന്ന്, ശാപത്തിന്റെ ബന്ധനങ്ങളിൽ നിന്ന്, തകർച്ചയിൽ നിന്ന്, രോഗത്തിൽ നിന്നെല്ലാം നമ്മെ ഓരോരുത്തരെയും രക്ഷിക്കാൻ വേണ്ടിയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എഫേസോസ് 1:7. അവിടുത്തെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് യേശുക്രിസ്തുവിൽ പാപമോചനവും അവന്റെ രക്തം വഴി രക്ഷയും കൈവന്നിരിക്കുന്നു. അവിടുത്തെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് നമുക്ക് ക്രിസ്തുവിൽ പാപമോചനവും അവന്റെ രക്തം വഴി രക്ഷയും കൈവന്നിരിക്കുന്നു. അത് യേശുവിന്റെ രക്തം വഴിയാണ് നമുക്ക് രക്ഷയും പാപമോചനവും കർത്താവായ യേശു നൽകുന്നത്. യേശുവിന്റെ രക്തം വഴി നമുക്ക് രക്ഷയും പാപമോചനവും അനുഗ്രഹവും നന്മയും വിടുതലും എല്ലാം ദൈവം നൽകുകയാണ്. യേശു ക്രിസ്തുവിൽ മാത്രമേ രക്ഷയുള്ളൂ. അവനിലാണ് സൗഖ്യം, അവനിലാണ് അനുഗ്രഹം. എല്ലാം ക്രിസ്തുവിലൂടെ മാത്രം. ഹല്ലേലൂയ. ചുമയായിട്ട് പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. കരമുയർത്തി പിടിച്ചു ഉച്ചത്തിൽ എന്ന് പറഞ്ഞ ഹല്ലേലൂയ. ഒന്നുകൂടെ പറയാമോ? ഒന്നുകൂടെ. യേശുക്രിസ്തുവിന്റെ രക്തം വഴി നമുക്ക് രക്ഷയും പാപമോചനം എല്ലാം പിതാവായ ദൈവം നമുക്ക് വേണ്ടി നൽകുകയാണ്. 1 യോഹന്നാൻ 3-ാമധ്യായത്തിന്റെ 8-ാമത്തെ വചനം പറയുന്നു, പിശാചിന്റെ പ്രവൃത്തികളെ നശിപ്പിക്കുവാൻ വേണ്ടിയാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത്. പിശാചിന്റെ പ്രവൃത്തികളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത്. പിശാച് ഉണ്ട്, ആരും സംശയിക്കണ്ടോ? ഹല്ലേലൂയ. പിശാചിന്റെ പ്രവൃത്തികളെ നശിപ്പിക്കാൻ വേണ്ടിയാണ് മനുഷ്യപുത്രൻ കർത്താവായ യേശു ക്രിസ്തു വന്നത്. ഗലാത്യ ലേഖനത്തില് 3-ാമധ്യായത്തില് 13, 14, 15 തിരുവചനങ്ങൾ. ഗലാത്യ 3, 13, 14, 15. ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നിയമത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ചു. എല്ലാ ശാപത്തിന്റെ ബന്ധനങ്ങളിൽ നിന്നും ക്രിസ്തു നമ്മളെ രക്ഷിച്ചു. എന്തെന്നാൽ മരത്തിൽ തൂക്കപ്പെടുന്നവൻ ശപിക്കപ്പെട്ടവനാണ് എന്ന് എഴുതിയിരിക്കുന്നു. കാൽവരി കുരിശിൽ ക്രിസ്തു മാനവരാശിയുടെ ശാപങ്ങൾ മുഴുവൻ ഏറ്റെടുത്തു. എന്റെയും നിങ്ങളുടെയും പാപങ്ങളും ശാപങ്ങളും രോഗങ്ങളും എല്ലാം യേശു കുരിശിൽ ഏറ്റെടുത്തു.
അബ്രാഹത്തിന് ലഭിച്ച അനുഗ്രഹം യേശുക്രിസ്തു വഴി വിജാതിയിലേക്ക് വ്യാപിക്കേണ്ടതിന് ഉണ്ടോ. അബ്രാഹത്തിലൂടെയാണ് അനുഗ്രഹം മാനവരാശിക്ക് ദൈവം ആദ്യമേ തുടങ്ങുന്നത്. അബ്രാഹത്തോട് പറയുന്നു, നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കുമെന്ന് ഒക്കെ അബ്രാഹത്തോട് പറയുന്നുണ്ട്. അബ്രാഹത്തിന് ലഭിച്ച അനുഗ്രഹം യേശുക്രിസ്തു വഴി വിജാതിയിലേക്ക് വ്യാപിക്കുന്നത്. ഇന്ന് അനുഗ്രഹത്തിനു വേണ്ടി ഒറ്റ നാമമേ ഉള്ളൂ, യേശു. ആര് യേശുവിനെ സ്വീകരിക്കുന്നുവോ അവർക്ക് അബ്രാഹാം പിതാവിലൂടെ ലഭിച്ച സകല അനുഗ്രഹങ്ങളും യേശുക്രിസ്തു വഴി ഇന്ന് നമുക്ക് ലഭിക്കുക. യേശുക്രിസ്തു വഴി വിജാതിയർ അക്രൈസ്തവരിലേക്ക് വ്യാപിക്കേണ്ടതിനും ആത്മാവിന്റെ വാഗ്ദാനം വിശ്വാസം വഴി നമ്മൾ പ്രാപിക്കേണ്ടതിനുമാണ് ഇപ്രകാരം സംഭവിച്ചത്. ഹല്ലേലൂയ. കരമടിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിക്കട്ടെ. അവിടെ എല്ലാ ശാപങ്ങളും കർത്താവായ യേശുക്രിസ്തു കാൽവരിയിൽ ഏറ്റെടുത്തു കഴിഞ്ഞു. ജെറമിയ 30:8. നിന്റെ കഴുത്തിലെ നുഖങ്ങളെല്ലാം ഞാൻ തകർക്കും, നിന്റെ കെട്ടുകൾ ഞാൻ പൊട്ടിക്കും. നിന്റെ കഴുത്തിലെ നുഖങ്ങൾ ഞാൻ തകർക്കും, കെട്ടുകൾ പൊട്ടിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സൈന്യങ്ങളുടെ കർത്താവ് വിളിച്ചെയ്യുന്നു, അന്ന് ഞാൻ അവിടെ കഴുത്തിലെ നുഖം തകർക്കും, കെട്ടുകൾ പൊട്ടിക്കും. കഴുത്തിലെ നുഖങ്ങൾ, നമ്മുടെ മേൽ സാത്താനിട്ട നുഖങ്ങൾ, സാത്താനിട്ട കെട്ടുകൾ, ശാപത്തിന്റെ നുഖങ്ങൾ, പാരമ്പര്യ രോഗങ്ങൾ, പാരമ്പര്യ ശാപങ്ങൾ, ബന്ധനങ്ങൾ, തകർച്ചകൾ കർത്താവ് തകർക്കുകയാ. കരമടിച്ചൊന്ന് നന്ദി പറയാം. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. നമുക്ക് വലതുകരം ഒന്ന് ഉയർത്തിപ്പിടിക്കാം. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ച്, കർത്താവായ യേശുവേ കരുണയായിരിക്കണമേ. എല്ലാ പാപത്തിൻ്റെയും ശാപത്തിൻ്റെയും ബന്ധനങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് മോചനം നൽകണമേ. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും ഇവിടെ സംഭവിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തീരാവ്യാധികൾ ഞങ്ങളെ വിട്ടുമാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പൈശാചിക പിടകൾ ഞങ്ങളെ വിട്ടുമാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ശാപത്തിൻ്റെ ദുഃഖങ്ങൾ ഞങ്ങൾ തകർക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ സാത്താനിട്ട കെട്ടുകൾ ഞങ്ങൾ തകർക്കുന്നു. യേശുവേ, ഞങ്ങളുടെ രക്തത്താൽ ഞങ്ങളെ കഴുകണമേ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തില് 10-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വചനം, അന്ന് അവന്റെ ഭാരം നിന്റെ തോളിൽ നിന്ന് നീങ്ങുകയും നിന്റെ കഴുത്തിലുള്ള നുഖം തകർക്കപ്പെടുകയും ചെയ്യും. അന്ന് അവന്റെ ഭാരം നിന്റെ തോളിൽ നിന്ന് നീങ്ങുകയും നിന്റെ കഴുത്തിലുള്ള നുഖം തകർക്കപ്പെടുകയും ചെയ്യും. നിന്റെ കഴുത്തിലുള്ള നുഖം അന്ന് തകർക്കപ്പെടും. ആര് യേശുവിന്റെ നാമത്തെ വിളിക്കുന്നുവോ ആ നാമത്തെ വിളിക്കുമ്പോൾ തന്നെ എല്ലാ നുഖങ്ങളും തകർക്കപ്പെടുക. സാത്താനിട്ട സകല നുഖങ്ങളും തകർക്കപ്പെടുകയാണ് ക്രിസ്തു വഴി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ക്രിസ്തു നമ്മുടെ പാപങ്ങളെ ഏറ്റെടുത്തു, തന്റെ രക്തം വഴി നമ്മളെ സൗഖ്യമാക്കുകയാണ്. രക്തം വഴി നമ്മളെ കഴുകുകയാണ്. രക്ഷയും പാപമോചനമെല്ലാം യേശുക്രിസ്തുവിന്റെ ജീവ രക്തത്തിലൂടെയാണ് നമുക്ക് ലഭിക്കുന്നത്. എല്ലാ ശാപങ്ങളും യേശുക്രിസ്തു ഏറ്റെടുത്തു. ഇപ്പൊ നമ്മൾ കണ്ടു, എല്ലാ ദുഃഖങ്ങളും കർത്താവ് തകർക്കുകയാണ്. തന്റെ പ്രിയപ്പെട്ട മക്കളുടെ മേല് വന്നിരിക്കുന്ന സകല ശാപത്തിന്റെ ചങ്ങലകള്, പാരമ്പര്യ രോഗങ്ങള്, പാരമ്പര്യ ശാപങ്ങള്, മാനസിക രോഗം, അസ്വസ്ഥത എല്ലാം കർത്താവ് തകർക്കും. ചില കുടുംബങ്ങളില് ചില പ്രശ്നമുണ്ട്, ഭാരിച്ച കടബാധ്യത. എത്ര പണം അധ്വാനിച്ച് വീട്ടിൽ കൊണ്ടുവച്ചാലും എങ്ങനെ പൈസ പോകുന്ന അറിയത്തില്ല. പല്ലുമെന്ന് പറയാണ്ട്, ബ്രദറെ നല്ല വരുമാനമുണ്ട്, പക്ഷെ ഒന്നും മിച്ചമില്ല. കടബാധ്യത അതിങ്ങനെ കിടക്കുകയാണ്. ചില വീടുകളിൽ നിരന്തരമായിട്ട് കലഹം, വഴക്ക്, ഭാര്യയും ഭർത്താവും തമ്മിൽ വിഷയങ്ങള്. ചില കുടുംബങ്ങളിൽ കേസുകള്, അതിര് തർക്കങ്ങള്, വഴക്കുകള്, സഹോദരങ്ങൾ തമ്മിൽ കേസുകള്. ചില കുടുംബങ്ങളിൽ ആത്മഹത്യകള്, ദുർമരണങ്ങള്, അപകട മരണങ്ങള്, മാനസിക രോഗം. ഏതെല്ലാം വിധത്തിലാണ് മനുഷ്യൻ വിഷമിക്കുന്നത്. ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു തിന്മയുടെ ശക്തി ഉണ്ട് എന്ന് ദൈവജനം തിരിച്ചറിയാം.
ഹല്ലേലൂയ. ഈ തിന്മയുടെ ശക്തിയെ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് നമുക്ക് തകർക്കണമെങ്കിൽ നമ്മൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് ഡെലിവറൻസിന്റെ മേഖലയിൽ ദൈവജനം നിരന്തരമായിട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. ഹല്ലേലൂയ. കടബാധ്യതകള്, നിരന്തരമായിട്ട് കലഹങ്ങള്, മാനസിക രോഗം, അപകട മരണങ്ങള്, ദുർമരണങ്ങള്, ചിലർക്ക് വിദ്യാഭ്യാസമുണ്ട്, ജോലി കിട്ടത്തില്ല, ചില കുടുംബങ്ങളിൽ സമ്പത്തുണ്ട്, പക്ഷെ ആർക്കും മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം ചെയ്യാൻ പറ്റുന്നില്ല. ചിലർക്ക് ഏത് കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും ഉടൻ അവിടെ ഡിലേ, തടസ്സം വരിക, ഒരു കാര്യങ്ങളും നടക്കുന്നില്ല. എപ്പോഴും പ്രതികൂലങ്ങള്. മക്കൾക്ക് വിവാഹം ആലോചിച്ചാൽ 35 വയസ്സായിട്ട് കല്യാണം, 40 വയസ്സായിട്ട് കല്യാണം നടക്കുന്നില്ല. അങ്ങനെ പ്രതികൂലങ്ങളിൽപ്പെട്ട് ദൈവജനം നട്ടം തിരിയുക. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന തിന്മയുടെ ശക്തികളുണ്ട്. ഇതിനെ തകർക്കണമെങ്കിൽ ദൈവത്തിന്റെ ജനം ശക്തമായിട്ട് ഉപവസിക്കണം, ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. ഉപവാസവും പ്രാർത്ഥനയും കൊണ്ടല്ലാതെ ഈ പൈശാചിക ശക്തികളെ നമുക്ക് തകർക്കാനായിട്ട് പറ്റില്ല. അത് രണ്ട് മാത്രമാണ് വഴി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. കൈതാളമോടെ ഇന്നും കരഘോഷമോടെ കർത്താവിനെ